യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്ക. ഒന്നുകൂടെ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അതിൽ 14, 15, 16 അധ്യായം വിചിത്രമായ 3 വലിയ കാര്യങ്ങൾ യേശു പറയുക. 14 അധ്യായത്തിൽ ഒരു വലിയ അത്താഴത്തിൻ്റെ കാര്യം പറയുകയാണ്, വലിയ അത്താഴം. തൊട്ട് 15 അധ്യായത്തിൽ ഒരു വലിയ ക്ഷാമത്തിൻ്റെ കാര്യം കർത്താവ് പറയുകയാണ്. 16 അധ്യായത്തിൽ ഒരു വലിയ വേർപാടിൻ്റെ കാര്യം, വലിയ പിളർപ്പിൻ്റെ കാര്യം, തമ്മിൽ അടുക്കാൻ കഴിയാതെ, തമ്മിൽ സഹായിക്കാൻ കഴിയാത്ത വലിയ 2 പിളർപ്പ്. 14 വലിയ വിരുന്ന്, 15 വലിയ ക്ഷാമം, 16 വലിയ പിളർപ്പ്. അതിൽ 14 കർത്താവ് പറയാണ്, യജമാനൻ ദാസനോട്, നിങ്ങൾ പെരുവഴികളിൽ പോണം, വേലിക്കരികിലും ചന്തസ്ഥലങ്ങളിലും ഒക്കെ മെനക്കെട്ട് നിൽക്കുന്ന മുഴുവൻ പേരെയും നിങ്ങൾ വിളിക്കണം. എന്തിന്? എൻ്റെ വീട് നിറയാൻ. ഞാനൊരു വീട് ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ വീടിനകത്ത് ഞാൻ എണ്ണപ്പെട്ട കസാറയിട്ടുണ്ട്, എണ്ണപ്പെട്ട കസാറ. ആ കസാറയിൽ ഇരിക്കാൻ എൻ്റെ വീട് നിറയ്ക്കേണ്ട ചുമതല എൻ്റെ ദാസന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ദാസന്മാർ പെരുവഴികളിൽ പോണം. വേലിക്കരികിലൊക്കെ നിൽക്കുന്ന മുഴുവൻ പേരോട് പറയണം, വാ, ഞങ്ങളുടെ യജമാനന്റെ വീട് നിറയേണ്ടതിന് വന്ന് വീട്ടിൽ കയറുവാൻ പറയേണ്ട വലിയ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ നമുക്ക് ആ വചനത്തിലേക്ക് പ്രവേശിക്കാം. വീട് നിറയ്ക്കുക. നമ്മളൊക്കെ ഈ സൗഖ്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ നിങ്ങളോട് സ്നേഹത്തിലൊരു കാര്യം പറയാം. എല്ലാ രോഗസൗഖ്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മൾ മേടിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും പുറത്ത് എക്സ്പയറി ഡേറ്റ് എഴുതിയ പോലെ സൗഖ്യങ്ങളുടെ എല്ലാം പുറത്ത് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഏറ്റവും വലിയ അത്ഭുതമായി നമ്മൾ പകലും പ്രസംഗിച്ചത് ലാസർ ഉയർത്തു. പക്ഷെ ആ മനുഷ്യൻ പിന്നെ മരിച്ചുപോയി, നമ്മളാരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. യായിറോസിന്റെ പെങ്കൊച്ച് ജീവിച്ചെങ്കിലും പിന്നെ ആ കൊച്ചു മരിച്ചുപോയി. നയിനിലെ വിധവയുടെ മോൻ ഉയർത്തെങ്കിലും പിന്നെ ആ മകൻ മരിച്ചുപോയി. 38 വർഷം ഒരേ കിടപ്പ് കിടന്നവൻ കിടക്കയും കൊണ്ട് ഓടിപ്പോയി. ഒരു താങ്ക്സ് പോലും പറയാതെ ഓടിയേ. കർത്താവ് പുറകെ പള്ളിയിൽ ചെന്നവനെ പിടിക്കുകയായിരുന്നു. സ്തോത്രം. പക്ഷെ അവൻ പിന്നെ മരിച്ചുപോയി. റാ പോലെ വളഞ്ഞു നിന്ന അമ്മാമ്മ നൂർന്നു. നേരെ കിടന്ന അമ്മാമ്മ പിന്നെ മരിച്ചുപോയി. വർഷം റാ പോലെ നിന്നതാ. കൈ വരണ്ട മനുഷ്യൻ കൈ നൂർന്നു, കൈ നൂർത്തു വെച്ച് മരിച്ചുപോയി. ഹലോ, ഇവിടുത്തെ എല്ലാ സൗഖ്യങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് പ്രാപിച്ചോ, ഇന്ന് രാത്രിയിലും കിട്ടും. പ്രസംഗിക്കുന്നവൻ ഉൾപ്പെടെ സൗഖ്യം കിട്ടും.
ഞാൻ വിശ്വസിച്ചോണ്ടാ നിൽക്കുന്നത്. 10ാമത്തെ രാത്രി എനിക്കും സൗഖ്യം വേണം. പക്ഷേ സൗഖ്യമെല്ലാം താൽക്കാലികമാണ്. എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, അത് നിത്യതയാണ്. നമ്മുടെ ലക്ഷ്യം ഇവിടുത്തെ എക്സ്പയറി ഡേറ്റ് ഉള്ള ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിനാകരുത്. നമ്മുടെ ലക്ഷ്യം മുഴുവൻ നിലനിൽക്കുന്ന നിത്യതയായിരിക്കണം. ഇന്ന് രാത്രി നിത്യതയെക്കുറിച്ച് ആഴമായ ബോധമുള്ളവര് ഹല്ലേലൂയ ദൈവത്തെ കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശു പറഞ്ഞൊരു മനുഷ്യൻ വലിയ വിരുന്നൊരുക്കി. മഹാമനസ്കനായൊരു മനുഷ്യൻ തന്റെ ഭവനത്തിൽ വലിയ വിരുന്നൊരുക്കി. സാധാരണ വിരുന്നല്ല. എന്നിട്ട് തന്റെ ഭവനത്തിന്റെ ബന്ധങ്ങൾ സ്റ്റാറ്റസും ഒക്കെ അനുസരിച്ചുള്ളൊരു വലിയ സമൂഹത്തെ ക്ഷണിക്കാൻ തന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അയച്ചവര് പോയി ക്ഷണിച്ചു, ഒരു ഡേറ്റും കുറിപ്പിച്ചു. പക്ഷേ ആ ദിവസം വന്നപ്പോൾ രണ്ടാമത് വിളിക്കാൻ വിട്ടു. അവരോരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമെല്ലാം കൂടെ അടുത്തുള്ള ഓർഫനേജിൽ കൊണ്ട് കൊടുക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ മഹാമനസ്കനാണെങ്കിലും ഈ ഉണ്ടാക്കി വെച്ച വസ്തുക്കൾ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലോ ഓർഫനേജിലോ കൊടുക്കത്തില്ല. വിളിച്ചവൻ വന്നില്ലെങ്കിൽ വരുന്നവനെ അകത്ത് കയറ്റി അവന് ഞാനിത് വിളമ്പും. അതുകൊണ്ട് ഇപ്പം വരെ വിളിച്ചത് എൻ്റെ ബന്ധവും സ്വന്തവും ഒക്കെ നോക്കിയ അത് വിട്ടേര്. ഇനി സ്വന്തം ബന്ധം നോക്കണ്ട. കുരുടർ, ചെകിടർ, മുടന്തർ, പക്ഷപാതമുള്ളവൻ, ആർക്കും വേണ്ടാത്തവൻ, ചന്തസ്ഥലത്ത് മെനക്കെട്ട് നിൽക്കുന്നവൻ, വഴിയോരങ്ങളിൽ നിൽക്കുന്നവൻ, വേലിക്കരികെ നിൽക്കുന്നവൻ, പേഴ്സണാലിറ്റി നോക്കണ്ട, കുടുംബ മഹിമ നോക്കണ്ട, എല്ലാവരെയും വിളിച്ചോ. വിശപ്പുള്ളവനെ എല്ലാം വിളിച്ചോ. വീട് നിറയണം. ഞാനിട്ട് ഒറ്റ കസാര കാലിയാകരുത്. എന്റെ വീട്ടിനകത്ത് ഞാൻ കയറാൻ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യാൻ എന്റെ ദാസന്മാർക്കൊരു ദൗത്യമുണ്ട്. നിങ്ങൾ പോയി കാണുന്നവരെല്ലാം വിളിച്ചോ. ഈ രാത്രിയിൽ എത്ര പേര് വിളിക്കാൻ വേണ്ടി ഇപ്പം തയ്യാറുണ്ട്? ഓർഡർ ചെയ്യാൻ പോവാ. സഭയ്ക്കകത്ത് വിളിക്കാൻ വേണ്ടി തയ്യാറുള്ളവരെ, കാണുന്നവരെല്ലാം വിളിക്കണം. എൻ്റെ പുറകെ ഒരു മനുഷ്യൻ നടന്നു കേട്ടോ. എൻ്റെ പുറകെ അയാളൊരു സംഭവമായിരുന്നു. ആ പുള്ളിക്കാരന് നിത്യതയെ വിശ്രമിക്കുന്ന PV ആശാരി ഉപദേശിയുടെ കൺവെൻഷനിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വലിയ കപ്പട മീശയൊക്കെ ഉണ്ടായിരുന്ന മീശയെല്ലാം മടിച്ചു. താനൊരു നല്ല കുഞ്ഞാട് പോലുള്ള വിശ്വാസിയായി. താനൊരു വേദപുസ്തകമൊക്കെ ബാഗിനകത്ത് കഷത്തി വെച്ച് ഒരു ടർക്കിയൊക്കെ തോളത്തിട്ട് വീടാന്തരം കയറാൻ തുടങ്ങി. എല്ലാരെയും വിളിച്ച് ആ മനുഷ്യനെ എൻ്റെ വീട്ടിൽ വന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ ആ മനുഷ്യനെ കാണുമ്പോഴേ പുറകിൽ കൂടെ ഓടും. പക്ഷെ വിളിക്കാൻ ലജ്ജയില്ലാത്ത ആ മനുഷ്യൻ കഴിവുള്ളിടത്തോളം ഒഴിഞ്ഞിട്ടും നിന്നാഭാവം കാണിച്ചിട്ടും അപമാനിച്ചു വിടാൻ ശ്രമിച്ചിട്ടും ആ മനുഷ്യൻ വിളി നിർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒഴിവാക്കാമെന്ന് വിചാരിച്ച അയാളുടെ കൂടെ ഒരു മീറ്റിങ്ങിന് പോയതാ. ഇന്നൊന്ന് പോയി കിട്ടിയാൽ നാളെ തൊട്ട് വിളിക്കാൻ വരത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കാൻ പോയതാ. ആ പോക്കൊരു പോക്കായിരുന്നു. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ഒഴിവാക്കാൻ നോക്കുന്നവനെ പോലും നീ വിടല്ല. നീ ലക്ഷിക്കാതെ വിളിക്കണം. വീട് നിറയേണ്ടതിന് ഇത് യജമാനന്റെ ആഗ്രഹമാണ്. പി സി ചെറിയാന്റെ ആഗ്രഹമല്ല, പാർസങ്ങളുടെ ആഗ്രഹമല്ല. യജമാനം വിരുന്നൊരുക്കിയവന്റെ ആഗ്രഹമാണ്. നീ പോയി വിളിക്കണം. ഈ 10ാമത്തെ രാത്രി നീ തീരുമാനിക്കുമോ, കാണുന്നവനെയല്ല ഞാൻ വിളിക്കും, എന്റെ യജമാനന്റെ വിരുന്ന് കഴിക്കേണ്ടതിന് എന്റെ യജമാനൻ ഒരുക്കിയ വീട്ടിലേക്ക് ഞാൻ വിളിക്കുവാൻ വേണ്ടി അവന്റെ ദാസരാകാൻ ഈ രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുകയാണെന്നുള്ളവര് ആ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിന് ഇന്ന് രാത്രി ദാസന്മാരെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ മനുഷ്യന്റെ കൂടെ പോയി ഒരു 10-16 പേര് കൂടി ഇരുന്ന് ആരാധിക്കുന്ന ഒരു വീടിന്റെ കൊച്ചു മുറിയില്, അതൊരു മർത്തോമ്മക്കാരന്റെ വീടായതുകൊണ്ടാ പോയെ. മർത്തോമ്മക്കാരന്റെ അപ്പച്ചന്റെ കാല് മുറിച്ച് കളയാൻ വെല്ലൂര് കൊണ്ടുപോയി. അവിടെ ചെന്ന് ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു. പാസ്റ്റർ പി സി എബ്രഹാം ബായിങ്കവറാച്ചൻ ജീവിച്ചിരിപ്പുണ്ട്. ആ മനുഷ്യൻ പോയി പ്രാർത്ഥിച്ച് കാല് മുറിക്കാതെ സൗഖ്യമായി വീട്ടിൽ വന്നു. അപ്പൊ ഈ മർത്തോമ്മക്കാരനായ ആപ്പീസിലെ കുട്ടിച്ചാനെന്ന വലിയ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ യോഗ നടത്തിക്കോളാൻ പറഞ്ഞു. അയ്യോ, ഇത് കേൾക്കാത്ത താമസം പുള്ളി യോഗം വെച്ചു. സ്തോത്രം. അത് ആപ്പീസിലെ കുട്ടിച്ചാൻ്റെ യോഗമായോണ്ട് സമീപത്തുള്ള മർത്തോമ്മക്കാരും CSIക്കാരും എല്ലാം വരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതൊരു കൊയ്ത്തിന്റെ സമയമായിരുന്നു. വന്നവൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആള് കയറി വന്നിടത്താണ് എന്നെ കൊണ്ടുപോയി. ഞാൻ പോയിട്ട് ഏറ്റവും വാതിക്കലെ സ്റ്റെപ്പരിരുന്നു. 2 കാലും മുറ്റത്തോട്ടിട്ട് സ്റ്റെപ്പ് ഇരുന്നാണ്. യോഗം കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർക്കൊരു പ്രത്യേകത ഉണ്ട്. എവിടുന്നാ വന്നത്, പേരെന്നാണ്, എന്തുവാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിവരമില്ല, അന്വേഷിക്കുമല്ലോ. ആരുടെ അന്വേഷണം വരുന്നതിന് മുമ്പേ പോകാൻ ഞാൻ നേരത്തെ റെഡിയായിട്ട് കാല് വെളിയിൽ വെച്ചോണ്ടായിരുന്നു. യോഗത്തിൻ്റെ ഒരു പകുതി സമയമായപ്പോൾ ആത്മാവുള്ള ആ മനുഷ്യൻ വന്ന് പറഞ്ഞ് കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, വിട്ടിരുന്നോളാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നുകൂടെ ഗൗരവത്തിൽ പറഞ്ഞ് കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ കയറിയിരിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷെ ആ മനുഷ്യനിലെ ദൈവാത്മാവിൻ്റെ ശക്തി എന്നെ കയറ്റിയിരുത്തി. എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, ഈ മൺകൂടാരത്തിൽ പകർന്നേക്കുന്ന ശക്തിയുടെ വലിപ്പം എന്നാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ മൺകൂടാരത്തിൽ പകരുന്ന ദൈവശക്തിയുടെ വലിപ്പം നീ തിരിച്ചറിഞ്ഞാൽ നീ അടങ്ങിയിരിക്കത്തില്ല. ദൈവ പൈതലേ, ആ ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അകത്ത് കയറി ഞാൻ ഇപ്പം നമ്മുടെ ഈ മോനിരിക്കുന്നത് പോലെ നിലത്തോട്ട് പായല് ശമ്പളപ്പൂട്ടിട്ടിരുന്നു. ഈ കുറച്ച് പേരെ ഉള്ളതിലും 10-15 പേരെ ഉള്ളെങ്കിലും 1000 പേരുടെ ആരാധനയാണ്. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. 41 വർഷം മുമ്പത്തെ കഥയാണ്, 42 വർഷത്തെ കഥയാണ്. അന്ന് 10 പേരെ ഉള്ളെങ്കിലും ഭയങ്കര ആരാധനയായിരുന്നു. ചെല്ലുന്നവന് പാപബോധം ഉണ്ടാവും, ചെല്ലുന്നവൻ അനുദപിക്കും, ചെല്ലുന്നവൻ ഏറ്റുപറയും, ചെല്ലുന്നവൻ കരയും, അവൻ രക്ഷിക്കപ്പെടും. അതായിരുന്നു ആരാധന. ഇന്ന് രാത്രിയിലും അകത്തു വരുന്നവൻ രക്ഷിക്കപ്പെടാതെ പോകല്ല്, അകത്തു വരുന്നവൻ തീരുമാനമെടുക്കാതെ പോകല്ല്. കാണാൻ വരുന്നവൻ അടുത്ത 11 ദിവസം ഇവിടെ ഉപവസിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാണാൻ വരുന്നവൻ നിന്റെ കൂടെ അടുത്ത 11 ദിവസങ്ങൾ മുഴങ്കാലും അടക്കണം. അങ്ങനെ ചെയ്യാൻ പോകുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാണാൻ വരുന്നവനെ അകത്ത് മുഴങ്കാലിരുത്തി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി അസാധാരണമായൊരു ദൈവകൃപ ഇവിടെ വിലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഓ ജീസസ്. ഈ ദൈവദാസന് അന്ന് ബാങ്കിൽ ജോലിയുണ്ട്. അപ്പൊ അദ്ദേഹം ഈ തലയിൽ ഇങ്ങനെ കൈവച്ച് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ തലയിലും കൈവെക്കാനാണ് വരുന്നത്. അങ്ങനെ വന്ന് എൻ്റെ തലയിലും കൈവച്ചു. സ്തോത്രം. ഈ പിന്നെ എൻ്റെ ചരിത്രം വായിക്കായിരുന്നു കേട്ടോ. അന്നത്തെ പ്രവചനങ്ങളല്ലേ.
വള്ളി പുള്ളി തെറ്റാത്തുള്ള ദൂതുകളാണ്. പ്രൈസ്തലോ. പ്രാപിച്ചു പറയുക, ഉണ്ടാക്കി പറയുവല്ല, പ്രാപിച്ചു പറയുക. വിവേചിക്കുക, അകത്ത് കയറിയവൻ ആരാണെന്ന് ആത്മാവ് വിവേചിക്കുക. പ്രൈസ്തലോ. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ വിളിച്ചോണ്ട് പോയവനോട് ഉള്ളിൽ ഭയങ്കര ദേഷ്യം ഉണ്ടായി. ഇവനിതെല്ലാം കൂടി ഇയാളോട് പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ അന്നത്തെ എൻ്റെ ഇളബുദ്ധിയിൽ അങ്ങനെ ധരിച്ചു പോയി. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അയക്കോ ലോകത്തിലാർക്കും അറിയത്തില്ലാത്ത കാര്യം ഈ മനുഷ്യൻ പറഞ്ഞത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ആർക്കും അറിയത്തില്ലാത്തതും ദൈവത്തിന് മറഞ്ഞിരിപ്പില്ല. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവൻ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാ, നിന്നെ അടിമുടി വിവേചിക്കാൻ കഴിവുള്ളവനാ. ഹല്ലേലൂയ. എത്ര പേര് നീ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, ചലിക്കുന്നത് എല്ലാം അറിയുന്ന ഒരു വലിയ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൂതുകൾ പറഞ്ഞ് എൻ്റെ കഴിഞ്ഞ കാലമെല്ലാം ഒന്ന് വിവേചിച്ചിട്ട് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നീ എൻ്റെ വിളി കേട്ട് എൻ്റെ വാക്കനുസരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് പരമാർത്ഥതയോടെ എന്നെ അനുഗമിക്കുമെങ്കിൽ എൻ്റെ വരവിന് മുമ്പേ ഞാൻ നിന്നെ കരയും കടലും കടത്തി 5 ഭൂഖണ്ഡങ്ങളിൽ എൻ്റെ സാക്ഷിയായിട്ട് അയക്കുമെന്ന് പറഞ്ഞു. എന്നേരം ഞാൻ ചിരിച്ചു. അതുവരെ ഞാനിങ്ങനെ കേട്ട് ഇരിക്കുകയാണെങ്കിലും അന്നേരം ചിരിച്ചു. ചിരിക്കാൻ കാരണം ഇങ്ങനെയാണ് ഇവരെ പെന്തിക്കോസിൽ ആളിനെ കൂട്ടുന്നത്. ആദ്യം കുറേ പാപത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വരുത്തി, പിന്നെ നിന്നെ വാലല്ല തലയാക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇതിനകത്ത് കയറ്റുന്നതെന്നൊരു ചിന്താഗതി വന്ന് ചിരിക്കാൻ കാരണം, എൻ്റെ പാസ്പോർട്ട് ഗവൺമെൻറ് തിരിച്ചു മേടിച്ചേക്കുവാണെന്നും എനിക്കിനി ഒരു പാസ്പോർട്ട് കിട്ടത്തില്ലെന്നും പാസ്പോർട്ടില്ലാതെ കരയും കടലും കടക്കാൻ ഒക്കത്തില്ലെന്നും അറിയാതാണല്ലോ ഈ മനുഷ്യൻ തട്ടിവിടുന്നതെന്ന് ഓർത്താ ചിരിച്ച്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഈ ദൂത് പറയുന്നതിന് 4 വർഷം മുമ്പേ പാസ്പോർട്ട് തിരിച്ചു മേടിച്ചതാ. ഇനിയോട്ട് കിട്ടത്തുമില്ല. അന്നേരം പിന്നെ ഞാനെങ്ങനെ കടൽ കടന്നു പോന്നേ? പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് സാധ്യമല്ലാത്തതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചിരിച്ചേ. ഞാൻ ചിരിച്ചത് കുനിഞ്ഞിരുന്നോണ്ടാ. നേരെ ഇരുന്നല്ല, പുള്ളി തലയെ കൈവച്ചേക്കുമല്ലേ, അപ്പം ഞാൻ കുനിഞ്ഞിരുന്നാ ചിരിക്കുന്നത്. ഞാൻ ചിരിച്ചത് പായും ഞാനും അല്ലാതെ ലോകത്തിലാരും കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ ദൈവദാസന്റെ അടുത്ത ചോദ്യം, പുതുപ്പള്ളിയിൽ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. അടുത്ത വർഷം ഈ സമയത്ത് സാറയ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ കൂടാരത്തിന്റെ മറ പറ്റിയിരുന്ന സാറ ചിരിച്ചതുപോലെ നിവർത്തിക്കപ്പെടാൻ പോന്ന എന്റെ ദൂതിന് മുമ്പിൽ നീ ചിരിക്കുന്നു എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഞാൻ ഭയപ്പെട്ടു പോയി. കാരണം ഞാൻ ചിരിക്കുന്നത് ലോകത്തിലാരും കണ്ടിട്ടില്ല. എൻ്റെ ചലനങ്ങൾ വരെ ആത്മാവ് വിവേചിക്കാൻ എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി നീ വിളിക്കണം, വഴി കാണുന്നവനെല്ലാം വിളിക്കണം, വീട് നിറയാൻ വിളിക്കണം. എത്ര പേര് ഈ രാത്രി ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? എൻ്റെ വീട് നിറയ്ക്കണം. അകത്ത് കയറിയ വാക്കി ദൈവം നോക്കിക്കോളും. ജോർജ് കുട്ടിച്ചാന്റെ ഡ്യൂട്ടി അന്നുകൊണ്ട് തീർന്നു. പിടിച്ചോണ്ട് വന്നു, കൊണ്ട കൊടുത്ത് പുള്ളി പോയി. പാപ്പച്ചി സാറ് ദൂത് പറഞ്ഞു, പുള്ളിയുടെ ഡ്യൂട്ടി തീർന്നു. പക്ഷെ ദൈവത്തിന്റെ പരിപാടി തുടങ്ങി. ഹല്ലേലൂയ. 84 കേട്ട ദൂത് 96 വരെ എനിക്ക് പാസ്പോർട്ടില്ല. പക്ഷേ കാലാവസ്ഥയോ കാലഘട്ടമോ മാറിയിട്ടും ദൂത് മരിച്ചില്ല. 96 ദൈവാത്മാവ് ശക്തമായി ഹേമിച്ചു. പാസ്പോർട്ടിന് അപേക്ഷിച്ചു. അതൊക്കെ വലിയ കഥ. അതൊക്കെ പറയാൻ പോയി രാത്രി നമ്മുടെ മെസ്സേജ് തുടങ്ങാനൊക്കത്തില്ല. സ്തോത്രം. വേരിഫിക്കേഷന് വന്നത് എൻ്റെ അമ്മച്ചി തന്നെ വീട്ടിലുള്ളപ്പോൾ. ഞാനപ്പോൾ മലബാറിൽ ഒരു പ്രോഗ്രാമിനായിട്ട്
കുറേ ബൈബിൾ കോളേജിലെ സഹോദരന്മാരുമായിട്ടൊരു മിഷൻ ട്രിപ്പിന് പോയേക്കും. ഞാൻ ആ കോഴിക്കോടും അടിവാരത്തും അവിടെ എല്ലാമായിട്ട് കുറേ വേലസ്ഥലങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഒരു ടീമിനെയും കൊണ്ട് പോയേക്കും. ഈ സമയത്താണ് വെരിഫിക്കേഷന് വേണ്ടി എൻ്റെ വീട്ടിലെ പോലീസ് ഓഫീസർ വരുന്നത്. സിവിൽ ഡ്രസ്സില്ല, അതുകൊണ്ട് പോലീസുകാരനാണെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ നിഷ്കളങ്കിയായ ഒരു പാവം അമ്മ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. ഞങ്ങളുടെ പറമ്പിലെ കപ്പയെല്ലാം കൂടെ ആ ആഴ്ചയിലാണ് വാട്ടാൻ വേണ്ടി പറിച്ചത്. അപ്പം അതിന് തടിയെല്ലാം കൂടെ പെരയുടെ ഒരു മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. കളയത്തില്ല, കാരണം അതിൻ്റെ തൊലിയെല്ലാം കൂടെ ഇങ്ങനെ ചീകി ചീകി ഒക്കെ പറഞ്ഞറിയാമല്ലോ അല്ലേ? അറിയാം. സ്തോത്രം. അപ്പോൾ ഈ പോലീസുകാരൻ മുറ്റത്ത് വന്ന് ചോദിച്ചു, പി സി ചെറിയാൻ്റെ വീടാണോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ആന്നല്ലോ കുഞ്ഞെ, ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു അമ്മയോട്. കാരണം അമ്മ അരിവാക്കി ആയിട്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ. പപ്പച്ചി വളരെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, സാറേ അവനിപ്പോൾ കേസൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാണ്, സാറേ അവനിപ്പോൾ കേസൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി ചോദിച്ചു, കേസ് ഉണ്ടായിരുന്നു? അയ്യോ സാറിനടുത്തില്ലേ 10-26 കേസല്ലായിരുന്നു. ഉടനെ ആ മനുഷ്യൻ കണ്ണ് തെളിച്ചുകൊണ്ട് ചോദിച്ചു, 10-26 കേസോ? അയ്യോ സാറേ പാസ്പോർട്ട് വരെ ഗവൺമെൻറ് മേടിച്ചല്ലയോ? ഉണ്ടായ സംഭവം പറയാം. വെരിഫിക്കേഷൻ വന്നേക്കുക. സ്തോത്രം. ഇത്രയായപ്പം പുള്ളിക്ക് മനസ്സിലായി കൂടുതൽ വെരിഫിക്കേഷൻ്റെ ആവശ്യം ഇനി ഇല്ല. ഉടനെ ആ മാന്യനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ വന്നതായിരുന്നു, അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞല്ലോ, അദ്ദേഹം വരുമ്പോൾ പറഞ്ഞേക്കെന്ന് പറഞ്ഞ് പുള്ളി പോയി. പ്രൈസലോ. അപ്പോൾ അത് കിട്ടാനുള്ള വഴി പിന്നെ എന്ത് ചെയ്തു? അടഞ്ഞു. ഞാൻ ഈ 5 ഭൂഖണ്ഡത്തിലും പോയി കേട്ടോ. നിങ്ങളെല്ലാവരും സ്തോത്രം പറഞ്ഞില്ല. ദൈവം വിടുമെന്ന് പറഞ്ഞാൽ, ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ ചേർന്ന് ഈ രാത്രി ആരാധിക്കണം. യേശുവിന്റെ നാമത്തിൽ വിളിച്ചോണ്ട് വന്നാൽ മതി. അവൻ്റെ പേര് 26 കേസും വിഷയമല്ല, പാസ്പോർട്ട് പോയതും വിഷയമല്ല, അവന് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത വിഷയമല്ല. അകത്ത് കയറ്റിയ ബാക്കി കാര്യം കർത്താവേറ്റു. അതുകൊണ്ടാണ് പറഞ്ഞ പേഴ്സണാലിറ്റി നോക്കണ്ട, കുടുംബമഹിമ നോക്കണ്ട, വിദ്യാഭ്യാസം നോക്കണ്ട, വഴിയിലും വേലിക്കരിലും നിൽക്കുന്നവനെല്ലാം വിളിച്ചോ. പ്രൈസ് ദി ലോർഡ്. ആ രണ്ടാമത്തെ വിളി ഒത്തത് കൊണ്ട് ഞാൻ ഈ രാത്രി ഇവിടെ ഉണ്ട്. ഈ രണ്ടാമത്തെ ചാൻസ് കിട്ടിയില്ലേ, ഒരിക്കലും ഞാനൊന്നും ഇതിനകത്ത് വരത്തില്ല. ഒരല്ലേ പറഞ്ഞേ, ഇന്ന് രാത്രി രണ്ടാമത്തെ ഒരു ചാൻസ് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാ. നീ അകത്ത് കയറിയാൽ ഇന്ന് രാത്രി നിന്റെ മുഴുവൻ പരാജയങ്ങളെ, ശൂന്യതകളെ വെട്ടിമാറ്റിയിട്ട് ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. ഇന്ന് രാത്രിയിൽ പരാജയപ്പെട്ടെന്ന് ലോകം വിധി പറഞ്ഞ മണ്ഡലത്തിൽ ദൈവം ചിലതിനെ കരം പിടിച്ചുയർത്തുന്ന രാത്രിയോ. കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ താൽക്കാലികമായതിലൊന്നിലും ആശ്രയം വെക്കണ്ട. സൗഖ്യം എല്ലാം കർത്താവ് തന്നോളൂ. ഈ രാത്രി എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കിന് സ്തോത്രം പറ. ഇത്രയേ ഉള്ളൂ, അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടി നീ ഒത്തിരി കിടന്ന് വിഷമിക്കുന്ന സൗഖ്യമായതിനൊരു സ്തോത്രം. സൗഖ്യമാക്കുന്നവൻ നടകൊള്ളുകയല്ലേ? അയ്യോ, അവന്റെ തേജസ് ഈ ആലയത്തിൽ നിൽക്കുകയല്ലേ? ഇന്ന് രാത്രി സൗഖ്യമാക്കുവാൻ അവൻ കരം നീട്ടിയിരിക്കുക. നീ അതിനെ കുറിച്ച് വ്യാകുലപ്പെടണ്ട. അതല്ല നിന്റെ വിഷയം ഇന്ന് രാത്രിയിൽ. ഓ ഹല്ലേലൂയ. എന്നും ഈ വിരുന്നുണ്ടെന്നൊന്നും ആരും വിചാരിക്കല്ലേ. അതിനെ തൊട്ടടുത്ത അധ്യായത്തിൽ പന്നിയുടെ വാളവരയ്ക്ക് കൊതിക്കുന്ന ക്ഷാമം, ചെറിയ ക്ഷാമമല്ല. 14-ാം അധ്യായം വലിയ വിരുന്ന, ആമ്പിള്ളാരൊരുക്കിയ വിരുന്ന, മാന്യനും മഹാമനസ്കനുമായ വലിയ മനുഷ്യനൊരുക്കിയ വിരുന്ന, ചെറുതൊന്നുമല്ല. തൊട്ടടുത്ത അധ്യായത്തിൽ യേശു പറയാണ് വലിയ ക്ഷാമമുണ്ടായി. ക്ഷാമത്തിന്റെ പ്രത്യേകത പന്നിക്ക് കൊടുക്കുന്ന വാള വരെ തിന്നാൻ കൊതിക്കുന്ന ക്ഷാമം. എന്നും ഈ നല്ല കാലം നിൽക്കുമെന്ന് ആരും ധരിക്കരുത്.
നീ പ്രതീക്ഷിക്കാത്ത പിടിച്ചാ കിട്ടാത്തൊരു കാലത്തിലേക്ക് പാൻ തുടങ്ങുകയാ. അതിനു മുമ്പേ പന്നിക്കൂട്ടി കിടന്നാലും ഉടല് പന്നിക്കൂട്ടിലാണെങ്കിലും മനസ്സ് അപ്പന്റെ വീട്ടിലായിരിക്കണം. ഇന്ന് രാത്രി അപ്പന്റെ വീട്ടിൽ മനസ്സുള്ളവന് തൽക്കാലത്തേക്കൊരു ക്ഷാമം വന്നാലും, ദൂതാ പറയുന്നത് നീ ഏറ്റെടുത്തോണം, തൽക്കാലത്തേക്കൊരു ക്ഷാമം വന്നാലും അപ്പന്റെ വീടിനെ കുറിച്ച് ഓർമ്മയുള്ളവന്. ഓ, എനിക്ക് ഈ മാന്യനായ ചെറുപ്പക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. ഉടലുകൊണ്ട് പന്നിക്കൂട്ടിലാണെങ്കിലും മനസ്സ് അപ്പന്റെ വീട്ടില. അവനൊരു കാര്യം മനസ്സിലായി, ഈ ക്ഷാമം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാ. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാ. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അന്നും ക്ഷാമമില്ല, പറഞ്ഞേ, ഇന്നും ക്ഷാമമില്ല. ഞാൻ പോന്നപ്പോഴും അവിടെ ക്ഷാമമില്ല, ഇപ്പോഴും അവിടെ ക്ഷാമമില്ല. പ്രൈസലോ. അന്നും കൂലിക്കാര് തിന്ന് ശേഷിപ്പിക്കുക, ഇന്നും കൂലിക്കാര്. പക്ഷെ എൻ്റെ ഗതി അധോഗതിയായി. എൻ്റെ ഗതി അധോഗതിയാകാൻ കാരണം ഞാൻ എന്ന അപ്പന്റെ സന്നിധി വിട്ടോ. അതിനൊത്തിരി പുറകോട്ട് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ട. നീ എന്ന അപ്പനീ നകന്നോ, നീ എന്ന അപ്പന്റെ വീട് വിട്ടോ, നീ ആ സാന്നിധ്യത്തിൽ നിന്ന് അകന്നോ. ഹല്ലേലൂയ പറയണം. കൃപയിൽ വന്നിട്ട് അപ്പന്റെ കുറെ സ്വത്ത് കൊണ്ട് കാലിച്ചാക്കി നിറഞ്ഞില്ല. 10 കാശൊക്കെ കിട്ടിയാൽ ക്ഷാമം വരുന്ന തെറ്റിദ്ധരിക്കല്ലേ. അപ്പന്റെ വീട്ടിൽ നിന്ന് അകലുന്നതനുസരിച്ച് ചോർച്ച അടിയിൽ കൂടെ സംഭവിക്കും. ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കുന്നു. അപ്പന്റെ വീട്ടിൽ നിന്ന് നീ അകലുന്നതനുസരിച്ച് നീ കണ്ടതെല്ലാം അടിയിൽ കൂടെ പോവും. അവസാനം വാളവര കണ്ടു കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി വഴിയെന്നും വേലിക്കരിയെന്നും അകത്ത് കയറ്റിയവൻ 4 നന്മ കിട്ടുമ്പോൾ അപ്പന്റെ വീട് വിടല്, അപ്പന്റെ സന്നിധി വിടല്. 21 വെക്കുന്ന അകന്നുപോയവനെ അടുപ്പിക്കാനാ, 40 വെക്കുന്ന അകന്നുപോയവനെ അടുപ്പിക്കാനാ ദൂത് പറയാൻ ദൈവദാസന്മാരെ വിളിക്കുന്നത്. ഇന്നലകളിൽ പ്രാർത്ഥനയിൽ നകന്നുപോയ, ഉപവാസി നകന്നുപോയ ചിലരൊക്കെ അപ്പന്റെ വീടിനോട് അടുപ്പിക്കാനാ ഈ ദൂത് കേൾക്കുമ്പോൾ അടുത്തു വരുന്നവർക്കായി ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാ. ഓരാ ബാബ ശാന്തര ദഗലേ റൗഷ സൈഡ. അതിന് പാർശ്വ ഞങ്ങൾ അപ്പന്റെ വീട്ടിൽ നിന്നും അകന്നിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? ഈ കഴിഞ്ഞ 30 വർഷം കൊണ്ട്, 25 വർഷം കൊണ്ട്, 17 വർഷം കൊണ്ട് ഞാൻ അപ്പന്റെ വീടുമായിട്ട് ഒത്തിരി അടുത്തെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഇവിടെ? ആ കരമൊന്ന് കണ്ടോട്ടെ. ഞാൻ അല്പം അകന്നെന്നും ബോധ്യമുള്ള എത്ര പേര് വന്നിട്ടുണ്ട്? ആ കരമൊന്ന് കണ്ടോട്ടെ. ലജ്ജിക്കണ്ട. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയാ ദൂത്. പ്രൈസ് ദി ലോർഡ്. നീ ഇപ്പോഴും ക്ലീൻ ഷേവാണ്, വെള്ളയുമാണ്, കുഴപ്പമില്ല, ഞായറാഴ്ച വരുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, സംഗതിയൊക്കെ ഓക്കെ ആണെങ്കിലും നിനക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴോ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നീ ലോകത്തിൽ മേടിച്ചുകൊണ്ട് അകന്നേക്കുക. അപ്പൻ നല്ലവനായതുകൊണ്ട് ചോദിച്ചപ്പോ തന്നു. കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് അപ്പൻ നല്ലവനായതുകൊണ്ട് തന്നു. ലഭിച്ച നീ കിട്ടിയതും കൊണ്ട് അകന്നു. ഈ 21-ന്റെ 10-ാമത്തെ രാത്രി നിന്നോട് ആത്മാവ് പറയുന്നു, നീ അകന്നിടത്തോളം തിരിച്ചടുക്കണം. സന്തോഷമുണ്ടേ സ്വോത്രം ഈ രാത്രി പറയണം. നീ എപ്പോഴൊക്കെയോ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് അകന്നതെല്ലാം ഇന്ന് രാത്രി മടങ്ങി വരണം. രക്ഷിക്കപ്പെട്ട നാളിലെ പാട്ട്, രക്ഷിക്കപ്പെട്ട നാളിലെ പ്രാർത്ഥന, രക്ഷിക്കപ്പെട്ട നാളിലെ കൂട്ടായ്മ, രക്ഷിക്കപ്പെട്ട നാളിലെ ദൈവസ്നേഹം. 1-ാം നൂറ്റാണ്ടിലെ 7 സഭയ്ക്കകത്ത് 6-നകത്തും കുറ്റമാണ്. പിന്നെ നമ്മുടെ കാര്യം പറയണം. ഹലോ, ഫിലദൽഫിയയിലെ സഭ ചോദിച്ചു, ബാക്കി 6 സഭയ്ക്കകത്ത് തന്നെ ഉണ്ട്, കുറവുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ, 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കാര്യം പറയണോ? ഹലോ, ഇന്ന് രാത്രി നിന്നോട് സ്നേഹത്തിൽ ആത്മാവ് പറയുന്നു. തലേ കൈവെക്കുന്നൊന്നുമില്ല.
വിവേചിച്ച ആത്മാവ് പറയുന്നു, മടങ്ങി വരണം. അടുത്ത 11 ദിവസങ്ങൾ നിന്റെ കുടുംബത്തിൻ്റെ മടങ്ങി വരവിൻ്റെ ദിവസങ്ങളായി മാറ്റണം. സന്തോഷം ഉണ്ടെങ്കിലേ ആരാധിക്കാവൂ. എത്രയും അകന്നോ അത്രയും ദൈവത്തിങ്കലേക്കും ദൈവത്തിൻ്റെ സഭയിലേക്കും നീ മടങ്ങി വരണം. ഓ, നിങ്ങളെ വിചാരിക്കുന്നു 79 വയസ്സ് അടുത്ത വർഷം ആയുസോടെ നിൽക്കുമ്പോൾ 80 വയസ്സാകുന്ന അച്ഛന് ഈ 3 മണിക്കൂറൊക്കെ ഒറ്റ നിപ്പിൽ നിന്ന് വേർപാട് പ്രസംഗിക്കുന്നത് പ്രസംഗശാസ്ത്രം പഠിപ്പിക്കാനാണോ? പറ. രാത്രി 12 മണിക്കൂർ ഈ നിങ്ങളെ പഠിപ്പിക്കാനുള്ള വിഷയത്തിൻ്റെ എല്ലാം കൂടെ പ്രോഗ്രാം ഉണ്ടാക്കി യൂട്യൂബിലും ടി വിയിലും നിങ്ങളെ കാണിക്കാവുന്ന പരുവത്തിൽ നെറ്റിനകത്തൊക്കെ ആക്കി ഒറ്റയ്ക്ക് രാത്രി കുത്തിയിരുന്ന് കണ്ണ് കാണത്തില്ലെന്നാണ് പറയുന്നത്. ഹലോ, അല്ല, ഞാൻ ഇരുത്തിക്കൊണ്ട് പറയാ, ശരിയല്ലേ? ഈ 12 മണിക്കൂർ രാത്രി നിനക്ക് വേണ്ടി കുത്തിയിരുന്നിട്ട് ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഹാർട്ടും ഒക്കെയുള്ള ഒരാള് ഉറക്കളച്ചിരിക്കുന്നത് നിന്നെ വേർപാട് പഠിപ്പിച്ചിട്ട് എന്തോ അതിൻ്റെ പിന്നെ ഉദ്ദേശം എന്തുവാ? ഒന്ന് പറ. പ്രൈസ് ദി ലോർഡ്. പിള്ളേർ 2 നല്ല ശക്തന്മാരായ ദേവദാസന്മാരാ, മര്യാദയ്ക്ക് വീട്ടിൽ കുത്തിപ്പിടിച്ച് അമ്മാമ്മയായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരെ? പിള്ളേർ കൊടുക്കുന്ന ചില ആഹാരമൊക്കെ കഴിച്ചിരുന്നാൽ പോരെ? ഇനി ഈ സമയത്ത് ഈ കഷ്ടപ്പാട് വേണോ? ബദലുകാർ പറയുന്നേ, ഇപ്പോൾ ഒരു 21 വെക്കണോ? എന്നിട്ട് ഈ പ്രായത്തിൽ പകലെല്ലാം കൂടെ ഉപവസിക്കണോ? മിണ്ടുന്നില്ല. പെണ്ണെ കെട്ടിക്കാനാണോ ഈ 21? പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയാണോ? എല്ലാവരും കൂടെ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഓർഡിനേഷൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? ഈ രാത്രി ഏറ്റെടുക്കണം. നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. നീ ദൈവകൃപയിലേക്ക് മടങ്ങി വരണം. നിന്റെ ആരാധന പണ്ടത്തെ പോലെയാകണം. നിന്റെ അഭിഷേകം പണ്ടത്തെ പോലെയാകണം. നിന്റെ ദൈവകൃപ പണ്ടത്തെ പോലെയാകണം. നീ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ഏറ്റെടുക്കുന്നവര് മാത്രം ഈ രാത്രി കർത്താവിനെ ആരാധിക്കട്ടെ. അഭിഷേകത്തിന്റെ ഒരു പുതുക്കത്തിൽ പോരെ. ഈ രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഒരാഴമായ പാപബോധം ഈ രാത്രി ഉണ്ടാകുക. ഹല്ലേലൂയ. ദർശനങ്ങൾക്ക് മൊത്തത്തിൽ ഇന്ന് രാത്രി ഒരു മാറ്റം ഉണ്ടാകണം. ഈ സ്തേഫാനോസിന്റെ കന്നിപ്രസംഗവും കടശി പ്രസംഗവും ഒറ്റ പ്രസംഗ. കന്നിപ്രസംഗവും കടശി പ്രസംഗവും ഒറ്റ പ്രസംഗ. ആ പ്രസംഗം താൻ തുടങ്ങുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കും മുമ്പേ അങ്ങ് മെസപ്പൊട്ടോമിലിരിക്കുമ്പോൾ, അത് മോശയുടെ പുസ്തകം വായിച്ചുള്ള പ്രസംഗമല്ല, അത് മിണ്ടുന്നില്ല. അത് ഈ കഴിഞ്ഞ ദിവസം മേശയെ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് പ്രാപിച്ച കൃപയിലുള്ള വെളിപ്പാടിലെ പ്രസംഗമാണ്. ഹാരാനി വന്ന് പാർക്കും മുമ്പേ അങ്ങ് മെസപ്പൊട്ടോമിലിരിക്കുമ്പോൾ തേജോമയനായ ദൈവം വെളിപ്പെട്ടു. പ്രസംഗം തുടങ്ങുക. വല്യപ്പൻ കണ്ട ദൈവം ആരാന്ന് പറയുക. എൻ്റെ കൂടെ ഒന്ന് വരണേ. യഹൂദന്മാരുടെ ഇടയിൽ കൃപ പ്രാപിച്ച് മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത 7 പേരിൽ ഒരുവനായ, 12 പേരിൽ ഒരുവനല്ല, 7 പേരിൽ ഒരുവനായ സ്തേഫാനോസിന്റെ കന്നിപ്രസംഗം നമ്മുടെ വല്യപ്പച്ചൻ ചുമ്മാതൊരു വെളിവുകേടുണ്ടായി കൃപയെ വന്നതല്ല, ഒരു വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വന്നതാ. സ്തോത്രം. ഈ രാത്രി പറയണം, വല്യപ്പന്റെ പാരമ്പര്യം പറയണം. വല്യപ്പൻ ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പേ അങ്ങ് മെസപ്പൊട്ടോമിലിരിക്കുമ്പോൾ വല്യപ്പച്ചനൊരു ദൈവം വെളിപ്പെട്ടു. ആ ദൈവത്തിന്റെ പേര് ഒന്ന് പറഞ്ഞേ,
തേജോമയനായ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ആള് മാറിയിട്ടില്ല. ആ ദൈവം തന്നെയാ ഇവിടെ വന്നിരിക്കുന്നത്. തേജോമയനായ ദൈവത്തെ കണ്ടിട്ടുള്ളവൻ ചേർന്ന് ഈ രാത്രി ദൈവത്തെ നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഓ, കണ്ട ദൈവം തേജസ്സുള്ളവനായിരുന്നുകൊണ്ട് മുമ്പും പിമ്പും നോക്കാതെ എന്നേരെ കൽദയ പട്ടണം വിട്ടു, എന്നേരമേ ചാർച്ചക്കാരെ വിട്ടു, എന്നേരെ പിതൃഭവനം വിട്ടു, എന്നേരമേ സ്വന്തം ദേശം വിട്ടു, എന്നേരമേ കൽദയ ആരാധന വിട്ടു, എന്നേരമേ കൽദയ പാരമ്പര്യം വിട്ടു. എല്ലാം വിട്ടത് ഒരു മിനിറ്റിലാണ്. നമ്മൾ 30 വർഷമായിട്ടും പാരമ്പര്യം വിടാൻ മടിയാണ്. ആ മനുഷ്യൻ ഒറ്റ മിനിറ്റിൽ എല്ലാം വിട്ടു. ദേശം വിട്ടു, നാട് വിട്ടു, ബന്ധം വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, അന്നത്തെ ആ കൽദയ ആരാധന വിട്ടു. സ്തോത്രം. നമ്മുടെ ഭാഷ പറഞ്ഞ നാടും വിട്ടു. സ്തോത്രം. നദി കയറി അക്കരയ്ക്ക് പോയി. അബ്രഹാമേ, എന്തോ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം. ഞാനൊരു ദൈവത്തെ കണ്ടു. ഒറ്റ കാര്യമുള്ളൂ. സോക്കേട് മാറിയതല്ല, വഴി തുറന്നതല്ല, കടം വീടിയതല്ല. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. എന്റെ കൊച്ചിന്റെ കല്യാണം നടന്ന വിഷയമല്ല, അഡ്മിഷൻ കിട്ടിയ കേസല്ല. ഞാനൊരു ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടിറങ്ങിയവൻ ഇന്ന് രാത്രി മറ്റെന്തെങ്കിലും കണ്ട് നീ വിശ്വാസി വരല്ല. നീ വരണ്ട തേജോമയനായ ദൈവത്തെ കണ്ട്. ഓ, വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. യഥാർത്ഥമായ ദൈവമുഖം കണ്ടവൻ ഇന്ന് രാത്രി അവൻ അടങ്ങിയിരിക്കത്തില്ല. ഓ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇടയ്ക്കിടയ്ക്കൊന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാനിങ്ങനെ കൃപയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ദൈവാലോചന കേട്ട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോഴാണ് ഇത്രയും ഗൗരവം ആ കാര്യങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. അത് ഇപ്പോഴത്തെ MGH കഴിഞ്ഞവരൊന്നും അല്ല, അന്നത്തെ പഴയ ശക്തന്മാരായ ദൈവദാസന്മാരാണ് ക്ലാസ് എടുക്കുന്നത്. അവർ ഭയങ്കര അനുഭവമുള്ളവരാണ്. തിയോളജി പഠിപ്പിക്കുക മാത്രമല്ല, ഈ പുട്ടിനിടയ്ക്ക് തേങ്ങാപ്പിരിടുന്ന പോലെ അവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് പരീക്ഷയുണ്ട്. പരീക്ഷ വന്നപ്പോഴാണ് ഞാൻ എല്ലാ വിഷയങ്ങൾക്കും കൃപയാൽ സംപൂജനായി. പ്രൈസ് ദി ലോർഡ്. അതുവരെ ഇല്ലാത്തൊരു പ്രയാസം എനിക്ക് അന്നുണ്ടായി. ഈ ക്ലാസ്സിലുള്ളതിൽ എല്ലാ പിള്ളേരും അച്ചായ എന്ന് വിളിക്കുന്ന ആളാണ് അന്ന് ഞാൻ. അതുകൊണ്ട് അച്ചായൻ ദയനീയമായിട്ട് തോറ്റു. പിള്ളേരെല്ലാം ക്ലാസ്സിൽ ജയിച്ചു. സ്തോത്രം. അത് അച്ചാന് ഭയങ്കര നാണം കേടായി. അപ്പം ഞങ്ങൾക്ക് പഴയ ഒരു ചർച്ച ഉണ്ടായിരുന്നു, മഹേഷ് മെമ്മോറിയൽ ഹൗൾ എന്ന് പറഞ്ഞ് മഹേഷ് മാതാമ്മയുടെ പേര് പണിയിപ്പിച്ചൊരു ആരാധനാലയം. അതിങ്ങനെ അറകളാണ്. നമ്മൾ ഷട്ടറെല്ലാം അങ്ങോട്ട് തള്ളി മാറ്റാമേ വലിയൊരു ഹോളാവും. അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ ഓരോ ക്ലാസ് റൂമാവും. അങ്ങനെ പണിതേക്കുന്നത് സാഹിബന്മാർ പണിതേക്കുന്നത് നല്ല പഴയ കാലത്തെ പണിയാണ്. അപ്പോൾ 9 മണി കഴിഞ്ഞാൽ പിന്നെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തന്നെയാണ്. ലൈറ്റ് ഇട്ടാൽ അതിന് ഫൈൻ വേറെയാണ്. ഒരു ഫസ്റ്റ്, ഒരു സെക്കൻഡ്, ഒരു തേർഡ്, ഫോർത്ത്, അങ്ങനെ 4 പിള്ളേർ വെച്ചൊരു കൊച്ചുമുറി താമസിക്കുന്നത്. അതുകൊണ്ട് 9 ആകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതും വേണം. ചാപ്പലിൽ പോയിരുന്ന് ലൈറ്റ് ഇടാതെ പ്രാർത്ഥിച്ചോളും. സ്തോത്രം. അങ്ങനെ ചാപ്പലിൽ പോയിരിക്കുമ്പോൾ ഈ തട്ടും പുറത്തൂടെ മരപ്പെട്ടി ഓടുന്നതും വവ്വാല് പറക്കുന്നതും ഒക്കെ ശബ്ദങ്ങളുണ്ട്. സ്തോത്രം. തേക്കൽ വീഴുന്ന ശബ്ദം കേട്ടാൽ പേടിക്കുന്ന ആളുകളുള്ള ലോകത്തിലാണ് നമ്മളന്ന് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ പ്രാർത്ഥനാ വിഷയം എനിക്കുള്ളൂ. എന്നെ വേലയ്ക്ക് ദൈവം വിളിച്ചതാണോ അല്ലയോ എന്നറിഞ്ഞാൽ മതി. ഇനി ഈ പ്രവാചകന്മാർ പറഞ്ഞതും വീട്ടുകാർ പറഞ്ഞതും കേട്ട് അവസാനം ഒറ്റ കൈക്ക് പുസ്തകം എടുത്തതാണോ എന്നറിയാൻ വേണ്ടി ഞാനിരിക്കുന്നത്. മറുപടിയില്ലാത്ത ദിവസങ്ങൾ, രാത്രി മൊത്തം കുത്തിയിരുന്നു. വലിയ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല. അന്നും ഇല്ല, ഇന്നും എനിക്ക് വലിയ പ്രാർത്ഥന അറിയത്തില്ല കേട്ടോ. വലിയ പറഞ്ഞു
നമ്മുടെ ധാരണ നമുക്ക് പ്രാർത്ഥന അറിയാവുന്ന. സ്തോത്രം. അപ്പം എനിക്ക് അന്നും വലിയ പ്രാർത്ഥന അറിയത്തില്ല, ഇന്നും വലിയ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നുമില്ല. അനേക ദിവസങ്ങൾ കഴിഞ്ഞു. രാത്രി മൊത്തം ഉറക്കളഞ്ഞ് പ്രാർത്ഥിക്കും, രാവിലെ ക്ലാസ്സിൽ വന്ന് ഡീസൻ്റായിട്ട് ഉറങ്ങും. പ്രൈസലോ. ഒന്നാമത് തോൽക്കുക, അതിൻ്റെ കൂടെ ഉറക്കം കൂടെ. അപ്പോൾ ഈ സാറുമാരൊക്കെ വന്ന് നമ്മളെ ഉണർത്തും. ഞാൻ പിന്നെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങും. അത് എൻ്റെ കുഴപ്പമില്ല, രാത്രി ഉറക്കളയ്ക്കുന്നതിൻ്റെ കുഴപ്പമാണ്. ഒരു രാത്രിയിൽ എൻ്റെ കർത്താവ് എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നു. സ്തോത്രം. അത് അബ്രഹാം കണ്ടതുപോലെ ഞാൻ കാണുകയാണ്. എല്ലാത്തിനും സമ്പൂജ്യനായ സാറന്മാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ അപമാനിക്കപ്പെട്ട, വേലയ്ക്ക് വിളിച്ചതാണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്ന ഒരു രാത്രിയിൽ, ഞാൻ നിന്നെ വേലയ്ക്ക് വിളിച്ചതാന്ന് ഉറപ്പിക്കുവാൻ എൻ്റെ മുറിയിൽ ആ സാന്നിധ്യം ഇറങ്ങി. കറണ്ടില്ലാത്ത, ലൈറ്റ് ഇടാൻ അനുവാദമില്ലാത്ത, നിയമത്തെ പേടിച്ച് കൂരിരുട്ടിനകത്തിരിക്കുന്ന ആ ഹോളിനകത്ത് സൂര്യനെ വെല്ലുന്ന പ്രകാശമുള്ള ഒരു സാന്നിധ്യം ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ സാന്നിധ്യം എന്നോട് പറഞ്ഞു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ പോഷത്വമായനെ തെരഞ്ഞെടുത്ത ദൈവമാണ് ഞാൻ. ബലവാനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമാനെ തെരഞ്ഞെടുത്ത ദൈവമാണ് ഞാൻ. അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവമാണ്. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പിൻപിലെ ദൈവിക പദ്ധതി ആ രാത്രി ദൈവം പറഞ്ഞു. യെശയ്യാവിൻ്റെ നാവിൽ കനലിന്മേൽ കത്തുന്ന കനൽക്കട്ട കൊടില് കൊണ്ടുവച്ചതുപോലെ എൻ്റെ ആദരത്തെ അന്ന് രാത്രി കർത്താവ് തൊട്ടു. അന്ന് തുടങ്ങിയ പ്രസംഗമാണ്. ഈ രാത്രി ദൈവമക്കൾ ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചാൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ടോട്ടലി ചേഞ്ച് ആക്കാൻ ഒറ്റ രാത്രി മതി ദൈവത്തിന്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആ സാന്നിധ്യം ഇറങ്ങിയാൽ ഇന്ന് രാത്രി നീ ആളാകെ മാറും. എത്ര പേര് കൊതിക്കുന്നുണ്ട് ഈ ഉപവാസത്തിന്റെ 10ാമത്തെ രാത്രിയിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ആ സാന്നിധ്യം ഒന്ന് ഇറങ്ങണമെന്ന്? ഈ രാത്രി ഉള്ളം കൊണ്ട് കൊതിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ മുഴുവനായി ചേഞ്ച് ചെയ്യാൻ. ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചിലരുടെ അധരങ്ങളിൽ മേൽ ആ ദൈവത്തിന്റെ ശക്തി പകരുകയാ. എന്ന ജാതി ഉണ്ടായതിന്റെ പുറകിൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ക്രൂശിച്ചു കൊന്ന യേശു ഇസ്രായേൽ ഗോത്രത്തിൽ യഹൂദന്റെ സിംഹമായി പിറന്നതിന്റെ പുറകിൽ വല്യപ്പച്ചന്റെ വെളിപ്പാടാന്ന് പറയവാ. സ്വതന്ത്രം പറഞ്ഞില്ല. നമ്മുടെ വല്യപ്പച്ചൻ അന്ന് കണ്ട വെളിപ്പാടാ ഇന്ന് യേശു ഇവിടെ വന്നതെന്ന് ഭക്തൻ തെളിയിക്കുക. നല്ല സ്വതന്ത്രം പറയണം. നിന്റെ കാഴ്ചപ്പാടും വെളിപ്പാടും കറക്റ്റ് ആണെങ്കിൽ നിന്റെ തലമുറകളെ ചരിത്രമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ പകരുവാൻ ഈ 10ാമത്തെ രാത്രിയിൽ ദൈവത്തിന് പ്രസാദമുണ്ട്. അബ്രഹാം എല്ലാ ദിവസവും തേജോമയനായ ദൈവത്തെ മാത്രമല്ല കണ്ട കേട്ടു. അബ്രഹാമിന്റെ പ്രതിസന്ധികൾ അനുസരിച്ച്, പ്രശ്നങ്ങളുടെ ഗൗരവം അനുസരിച്ച് ഈ ദൈവത്തിന്റെ പ്രത്യക്ഷതയും വേറെ വേറെയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
14:19. അവൻ അവനെ അനുഗ്രഹിച്ചു. ആ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇറങ്ങി തിരിച്ച് തേജോമയനെ കണ്ട്. പക്ഷെ 14-ാം അധ്യായത്തിൽ വന്നപ്പോ ഒരു വിഷയത്തിൽ പുള്ളി പോയി കൈകടത്തി. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ ചോദിക്കാതാണോ എനിക്കറിയത്തില്ല. ഒരുത്തൻ ഓടി വന്ന് പറഞ്ഞ, അബ്രഹാമേ, നിന്റെ സഹോദരപുത്രൻ ലോത്തിനെയും ഭാര്യയും 2 പിള്ളാരെയും സമ്പത്തും എല്ലാം ആൺപിള്ളാരെ അടിച്ചോണ്ട് പോയി. സാധാരണക്കാരല്ല, 5 രാജാക്കന്മാരാണ് അതിന്റെ പുറകിൽ. 5 രാജാക്കന്മാരുടെ സൈന്യമുണ്ട്. ഇത് കേട്ടപ്പോൾ അബ്രഹാം, അവൻ പണ്ടേ പിന്മാറ്റക്കാരനാ, അവൻ പോയ പോക്കി പോയി, അവൻ അനുഭവിക്കട്ടെ, അന്നേ എനിക്കറിയാതൊക്കെ വരുമെന്നും പറഞ്ഞ് മാറുന്നില്ല. അബ്രഹാം എടുത്തു ചാടി 318 പേരുമായി പോയി അടിച്ച് നൂർത്ത് ഇവന്മാരെല്ലാം തോപ്പിച്ച് സകലവും തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. വരുന്ന വഴിക്ക് മൽക്കീസദേക്ക് തനിക്ക് വെളിപ്പെട്ടു. അവിടുന്ന് കർത്തൃമേശയും കഴിച്ച് ദശാംശവും കൊടുത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് യുദ്ധം വരാൻ സാധ്യതയുണ്ട്. ഞാൻ കളിച്ചത് സാധാരണക്കാരനോടല്ല, ഞാൻ കളിച്ചത് രാജാക്കന്മാരോടാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ലോത്തിന്റെ വീട്ടിൽ പോയി പക്ഷെ എനിക്ക് പ്രശ്നം വരും എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവം വെളിപ്പെട്ടു. തേജോമയനായിട്ടല്ല, അത്യുന്നതനായിട്ട്. സ്തോത്രം പറയണം. രാജാക്കന്മാർ ഉന്നതരാണെങ്കിൽ ഈ വെളിപ്പെട്ടവും പറയണം, മോനെ, ഉന്നതനും മീതെ ഒരുന്നതനും അതിനു മീതെ ഒരത്യുന്നതനുമുണ്ട്. നീ ഒറ്റയ്ക്കല്ലടാ, അത്യുന്നതനായ ദൈവമായ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രശ്നങ്ങളുടെ വലിപ്പമനുസരിച്ച് നീ കണ്ട ദൈവത്തിന്റെ പേരും ഈ രാത്രി മാറുന്നതാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ഇറങ്ങി തിരിച്ച് തേജോമയനായ ദൈവത്തെ കണ്ടാണെങ്കിൽ ജീവിതത്തിന്റെ വഴിത്താരയിലെ പ്രതികൂലത്തിന് നടുവിൽ ഇറങ്ങി വന്നവൻ പരിചയപ്പെടുത്തി, ഞാൻ അത്യുന്നതനായ ദൈവമാ. ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ അത്യുന്നതൻ വെളിപ്പെട്ടാൽ അവന്റെ കാൽ കീഴെ അടർന്നു മാറാത്ത ഒന്നുമില്ലെന്ന് നീ ഈ രാത്രി അറിയാൻ തയ്യാറാകണം. നിന്റെ ദൈവം അത്യുന്നതനായ ദൈവമാ. ഓ, കാലം മുൻപോട്ട് പോയി. 17-ാം അധ്യായം 1-ാം വാക്യം. യപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു. നീ ക്ഷീണിച്ചെന്ന് മനസ്സിലായി. നല്ല ചുറുചുറുക്കോടെ കൽദയ ദേശം വിട്ട് യൂഫ്രട്ടീസിൽ ഇറങ്ങിക്കേറി വാഗ്ദത്ത കനാനും നോക്കി രാജാക്കന്മാരെ തോപ്പിച്ച് ശക്തിയോടെ പോയ മനുഷ്യൻ വയസ്സ് 99ആയി. ഉള്ള ശേഷികളെല്ലാം നഷ്ടപ്പെട്ടെന്ന് തനിക്ക് മനസ്സിലായി. തൻ്റെ ശേഷി പോയി, ഭാര്യയുടെ ശേഷിയും പോയി, സാധ്യതകളെല്ലാം മങ്ങി എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം വെളിപ്പെട്ടു. ഇപ്പം വെളിപ്പെട്ട തേജോമയനായിട്ടല്ല, അത്യുന്നതനായിട്ടല്ല. എന്റെ ദാസൻ ശക്തനല്ലാതായപ്പോൾ, എന്റെ ദാസൻ അശക്തനായപ്പോൾ ദൈവം വെളിപ്പെട്ട് പറഞ്ഞു, മോനെ, ഞാൻ സർവശക്തനാ. നിന്റെ ശക്തിയെ ക്ഷയിച്ചിട്ടുള്ളൂ, നീയെ പ്രായം കൊണ്ട് ക്ഷീണിച്ചിട്ടുള്ളൂ. വിളിച്ച ഞാൻ സർവശക്തിയുള്ളവനാ. ഇന്ന് രാത്രി നിന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. ഓ, മുൻപോട്ട് പോയി 21-ാം അധ്യായമായി 31-ാം വാക്യത്തിൽ ഈ ദൈവത്തിന്റെ പേര് പിന്നെ മാറുകയാ. ഒന്ന് വായിച്ചേ. അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്യുക കൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർശേബ എന്ന് പേരിട്ടു. ഇങ്ങനെ അവർ ബേർശേബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു. അബിമേലെക്കും അവന്റെ സേനാധിപതിയായ 33 അബ്രാം ബേർശേബയിൽ ഒരു പിചുല വൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ. നിത്യദൈവം. എല്ലാരും പറഞ്ഞേ, തേജോമയനായ ദൈവം, അത്യുന്നതനായ ദൈവം, സർവശക്തിയുള്ള ദൈവം ഇപ്പോൾ ആരായി മാറി?
ഒരു ദിവസം കൊണ്ട് മാറിപ്പോന്നവനല്ല. അവൻ ഇന്നലെയും അവൻ ഇന്നും അവൻ എന്നേക്കും അനന്യനായ ദൈവമാ. അബ്രഹാമേ, ഞാൻ നിത്യദൈവമാ. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രിയിൽ വിളിച്ച ദൈവം നിത്യദൈവമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഏത് വിഷയത്തിലും നിനക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല ദൈവമുണ്ടെങ്കിൽ അത് ഈ ദൈവമായി. ഇന്ന് രാത്രി ഈ നിത്യ ദൈവത്തെ നീ ഒന്ന് ആശ്രയിച്ചാൽ ഓരോ വെളിപ്പാട് കിട്ടിയപ്പോൾ അബ്രഹാമിന്റെ കാഴ്ചപ്പാട് മാറി. സ്തോത്രം. ഒന്നാമത്തെ വെളിപ്പാട് കിട്ടിയപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കി. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കി. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നോക്കി കണ്ടു. രണ്ടാമത്തെ പ്രത്യക്ഷത വന്നപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കി. ജനിക്കാൻ പോന്ന വാഗ്ദത്ത സന്തതികളെ കണ്ടു. നക്ഷത്രം പോലുള്ള സന്തതി. 80 വർഷം മിസ്രൈമിനെ ഭരിക്കുന്ന യോസഫ്, 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ബെന്യാമീൻ ഗോത്രക്കാരൻ ശൗല്, 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ദാവീദ്, 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ശലോമോൻ. പ്രൈസ് ദി ലോർഡ്. നക്ഷത്രങ്ങളെ കണ്ടു. 127 സംസ്ഥാനങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ദാനിയേല്. പ്രൈസ് ദി ലോർഡ്. 40 ലക്ഷം ജനത്തെ നടത്തിക്കൊണ്ടു പോകുന്ന മോശ, വാഗ്ദത്തം വെട്ടിപ്പിടിക്കുന്ന യോശുവ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാം വാഗ്ദത്ത സന്തതിയെ കണ്ടു. കള്ളം കുടിച്ച് കഞ്ചാവും വലിച്ച് മുടിയും വെട്ടി താടിയും വളർത്തി നടക്കുന്ന, പാൻറ്റും കീറി ഉടുപ്പും കീറി നടക്കുന്ന ഭ്രാന്തുള്ള പിള്ളേരെ കണ്ടെന്നല്ല, വാഗ്ദത്ത സന്തതിയെ കണ്ടു. നക്ഷത്രങ്ങളെ കണ്ടു. നിന്റെ തലമുറയെ കുറിച്ചുള്ള വെളിപ്പാട് രാത്രി മാറണം. നിന്റെ തലമുറയിൽ ഒരു നക്ഷത്രത്തെ കാണാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നക്ഷത്രങ്ങളെ പോലെയുള്ള തലമുറയെ കാണാൻ കൊതിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറയണം. നിന്റെ ഇടത്തും വലതും തലമുറ വന്നിരിക്കുന്നത് നീ കാണണം. നക്ഷത്രം പോലെ തലമുറ. സഭയുടെ ആദരണീയായ ഭക്ത സ്റ്റേജെ കയറ്റി വിശ്വാസികൾക്കാകെ അവന്റെ IPS കണ്ട്, IAS കണ്ട്, അവന്റെ മന്ത്രിപദം കണ്ട് അവനെ ആദരിക്കുന്നത് നീ കാണണം. നക്ഷത്രങ്ങളെ കാണണം. അങ്ങനെ അബ്രഹാം നോക്കിയിരിക്കുമ്പോൾ ഒരു വലിയ നക്ഷത്രം, യേശു എന്ന നക്ഷത്രം. സ്തോത്രം പറയണം. അവൻ കണ്ടത് നക്ഷത്രങ്ങളെയാ, തലമുറയെ കാണുകയാ. ആദ്യ വാഗ്ദത്ത ദേശം കണ്ടു, 2 വാഗ്ദത്ത സന്തതിയെ കണ്ടു. വീണ്ടും തലപൊക്കി നോക്കുമ്പോൾ വാഗ്ദത്തം ചെയ്തവൻ വീട്ടിലോട്ട് വരുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. ഇന്ന് രാത്രി നിന്റെ ലെവലുകൾ ഒന്ന് മാറിയാൽ, കാഴ്ചപ്പാട് മാറിയാൽ, നീ ഇരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഈ രാത്രി നിന്റെ ദൈവം കയറി വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വാഗ്ദത്ത സന്തതിയെ കാണുവാൻ. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശം കണ്ടു, വാഗ്ദത്ത സന്തതിയെ കണ്ടു, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടിയുള്ള കരുതൽ കണ്ടു. സ്തോത്രം. അത് അബ്രഹാം ബാംഗ്ലൂരിലും മറുപടി അങ്ങ് കൽക്കട്ടയിലും കിടക്കുവല്ല. ഹലോ, വാഗ്ദത്തം കേട്ടവൻ നിൽക്കുന്നതിന്റെ ചുവട്ടിൽ, തലമുറയെ വെച്ച യാഗപീഠത്തിന്റെ ചുവട്ടിൽ കൊമ്പ് കുരുക്കിയിട്ടേക്കുക. ഇന്ന് രാത്രിയിൽ നീ കണ്ട ദൈവം കറക്റ്റ് ആണെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്ന കരുതലുകളും
നിന്റെ സന്തതിക്ക് വേണ്ടിയുള്ള കരുതൽ. നീ രാത്രി ടെൻഷൻ ഒന്നും പിടിക്കണ്ട, നീ രാത്രി ഭയപ്പെടണ്ട. തമ്പുരാന്റെ കരുതൽ വലിയതാ. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. ഹല്ലേലൂയ. ചുടബലബലബലബശ്. ഹോ ചുടബബശ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം, യജമാനൻ പറയുകയാണ്, വിളിച്ചോമാര് വന്നില്ലെന്നും പറഞ്ഞൊന്നും എൻ്റെ പദ്ധതി മാറ്റത്തില്ല. ഞാനിത് വിളിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരുക്കിയ വിരുന്ന. അതിനി ഞാൻ ഈ ബന്ധവും സ്വന്തവും ഒന്നും നോക്കുന്നില്ല. കണ്ടവരെല്ലാം വിളിച്ചോണം. വിളിക്കേണ്ട ചുമതല നിനക്കാണ്. സ്തോത്രം. വന്ന് കയറിയാൽ വിരുന്ന് കൊടുക്കുന്ന പദ്ധതി എൻ്റെയാണ്. അവരാദ്യം പോയി വന്നു, യജമാനെ ഞങ്ങൾ പോയി വന്നു, ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷേ നിറഞ്ഞിട്ടില്ല, ഇനിയും കസാറകൾ ശേഷിക്കുന്നു. എന്നാ പിന്നെ വന്നവർക്കെല്ലാം വിളമ്പ് എന്ന് പറയുന്ന ഒരു യജമാനനല്ല. യജമാനൻ പറഞ്ഞു, വേഗം പോ, വേഗം പോ, വന്നവരവിടെ ഇരിക്കട്ടെ, കണ്ടവരെയെല്ലാം വിളിച്ചോ, വീട് നിറയണം. എന്റെ പദ്ധതി ഞാൻ ഇറങ്ങി വരണമെങ്കിൽ വീട് നിറയണം. ഇന്ന് രാത്രി ബാംഗ്ലൂരിൽ വെച്ച് വീട് നിറഞ്ഞാൽ നാളെ ഇവിടെ 11ാമത്തെ ദിവസം യോഗമൊന്നുമില്ല. ഈ രാത്രി യജമാനൻ ഇറങ്ങി വരും. വീട് നിറയാത്തതുകൊണ്ടാ വരാൻ താമസിക്കുന്നേ. എത്ര പേര് രാത്രി വിശ്വസിക്കണം? വീട് നിറഞ്ഞാൽ, വീട് നിറഞ്ഞാൽ യജമാനൻ ഇറങ്ങി വരാൻ പോകയാ. ഓ, അവര് പിന്നെയും പോയി, പിന്നെയും പോയി. കണ്ടവരെല്ലാം വിളിച്ചു. വിളിച്ചവരെല്ലാം വന്നകത്ത് കയറി. ദാസന്മാരെന്ന് പറഞ്ഞ, യജമാനനെ വീട് നിറഞ്ഞു, കസേരകൾ ഫില്ലായി. എന്നേരം അവൻ ഇറങ്ങി വന്നു. അങ്ങനെയാണ് ഇന്ന് രാത്രിയിലും കസേര നിറഞ്ഞാൽ എത്ര ഇട്ടേന്ന് അവനെ അറിയത്തുള്ളൂ. അതിന് അവനിട്ടൊരു പേരുണ്ട്, ജാതികളുടെ പൂർണ്ണസംഖ്യ. അതിന്ന് രാത്രി തികഞ്ഞ നാളെ തൊട്ട് ഞങ്ങൾ പ്രസംഗിക്കേണ്ടി വരത്തില്ല. ഒരല്ലേലിയ പറയണം. എത്ര പേര് വിളിക്കാൻ തയ്യാറുണ്ട്? ഞാൻ പറയുന്നത് അച്ഛാ, എല്ലാരെയും അങ്ങ് ഓർഡിനേഷൻ ചെയ്യണം. ഓർഡിനേഷൻ മേടിച്ചുകൊണ്ട് പെരയെ പോയി കയ്യും കെട്ടി കിടക്കരുത്. നിന്റെ ജോലി കണ്ടവരെ മുഴുവൻ, ഒന്ന് പറഞ്ഞേ, കണ്ടവരെ മുഴുവൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീടിനകത്ത് വരാൻ ക്ഷണിച്ചാൽ മതി. യജമാനൻ ഒരുക്കി വിരുന്ന് കഴിക്കാൻ ക്ഷണിച്ചാൽ മതി. ക്ഷണിക്കുന്നവൻ വരും. നീ ഒന്ന് വിളിക്കാത്ത കൊണ്ടാ പലരും വരാത്തെ. ഇന്ന് രാത്രി വിളിച്ചകത്ത് വന്നാൽ അവനായിരിക്കും നാളെ ഇന്ത്യയുടെ അപ്പോസ്തലൻ. ഓ, ഹല്ലേലൂയ. എന്നെ വിശ്വാസി കൊണ്ടൊന്ന് ചോറ് കുടിച്ചാനും ഇല്ല, മരിച്ചുപോയി. എന്നെ കൊണ്ടൊന്ന് ജോണിച്ചാനുമില്ല, മരിച്ചുപോയി. സ്തോത്രം. ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ആഫീസിനെ കുടിച്ചാനുമില്ല, മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരൊന്നും പ്രതീക്ഷിക്കാത്ത നിലയിൽ എന്നെ ദൈവം ഉപയോഗിക്കുക. പ്രതിഫലം വിഭാഗിക്കുമ്പോൾ ഞാനവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ ചിന്ത, എനിക്ക് കിട്ടുന്നതിന് തുല്യ ഒരു പദവി യോറുടിച്ചാൻ കൊടുക്കും. കാരണം പുള്ളിയാണ് കണ്ടവനെ വിളിച്ച് പെരക്കകത്ത് കയറ്റി. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഞാൻ ആ ഓടി നടന്നിപ്പം വേല ചെയ്യുന്നത്, പക്ഷെ പ്രതിഫലം കൊടുക്കുമ്പോൾ ജോർജ് കുടിച്ചാനും. നീ വേല ഒന്നും ചെയ്യാൻ പുറത്തു പോയില്ലെങ്കിലും നീ ഒരാളെ അകത്ത് കൊണ്ടുവന്നാൽ അവനായിരിക്കും നാളെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി സഭയ്ക്കകത്ത് ചിലരെ അപ്പോസ്തലന്മാരാക്കുവാൻ, ചിലരെ പ്രവാചകന്മാരാക്കുവാൻ,
ചിലരെ ഉപദേഷ്ടാക്കന്മാരാക്കുവാൻ, ചിലരെ ഇടയന്മാരാക്കുവാൻ, ചിലരെ ശുശ്രൂഷകരാക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ദൗത്യം നീ മറക്കാതെ. ഓ ഹല്ലേലൂയ. വേലക്കാരി കൊച്ചു പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ചൊറിയും കുത്തി കുഷ്ഠവുമായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛാ ഒരു മാന്യനായ മനുഷ്യനാ, നല്ല യൂണിഫോമും തോളത്ത് 3 സ്റ്റാറും തൊപ്പിയെ പൂവും ഒക്കെ ഉണ്ടെങ്കിലും അകത്ത് കുഷ്ഠമാണല്ലോ അച്ഛാ. സ്തോത്രം. അച്ഛാന് ചുമ്മാ ചൊറിഞ്ഞാൽ മതി, ഞാൻ വേണമല്ലോ തുണി അലക്കാൻ. ഹലോ, ഈ കൊച്ചിൻ്റെ വിഷമം മനസ്സിലായോ? സ്തോത്രം. പ്രശ്ന പരിഹാരം ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു ദൈവപുരുഷനുണ്ട്, എന്തോ ശക്തിയുള്ള ദൂത. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാകാത്ത കാര്യ കൊച്ചു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു ദൈവപുരുഷനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ അവന്റെ അടുക്ക വരെ പോയാൽ ഈ പ്രശ്നം പരിഹരിക്കും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ആ പദവിയും സ്റ്റാറ്റസും ഒക്കെ അത് അനുവദിച്ചില്ലെങ്കിലും ഭാര്യ പറഞ്ഞതല്ലേ അച്ഛാ, ഒന്ന് പോയി നോക്ക്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു വന്നത് ഒരു ബാലകന്റെ ദേഹം പോലെ. ഇന്ന് രാത്രി നീ ഒന്ന് പറഞ്ഞു വിട്, ഒരു ദൈവപുരുഷനുണ്ടെന്ന് പറ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ദൈവപുരുഷനുണ്ടെന്ന് പറ. പറഞ്ഞാൽ നിന്നിൽ കൂടെ ചില ജീവിതങ്ങളുടെ പാപത്തിന്റെ കുഷ്ഠം മാറിയിട്ട് അവരൊരു ബാലകന്റെ കൂട്ടയാകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് രാത്രി യോഗത്തിനകത്ത് വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. സഭയെ ചിതറിച്ചത് 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല. സഭയെ ചിതറിച്ചത് ദൂത ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും പറഞ്ഞേ ഇവരുള്ളതെല്ലാം വിറ്റ് കൊണ്ടുവന്ന് ഒന്നിച്ച് കഴിച്ച് എല്ലാ ദിവസവും ഡൈനിങ് ഒക്കെ ഒരുക്കി ഇവിടെ തന്നെ കൂടി കൊട്ടി പാടി പോവാന്ന് മനസ്സിലായപ്പോൾ തമ്പുരാന് മനസ്സിലായി പ്രോഗ്രാം നടക്കത്തില്ല. ചിതറിപ്പോയവർ അവിടെ. സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ, നീ സമൂഹത്തെ പേടിക്കല്ല്, സാഹചര്യങ്ങളെ പേടിക്കല്ല്. ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ നിന്നിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ രാത്രി ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ബീഹാറി വരെ പോയി. ബീഹാറിൽ ചെന്ന് പ്രാർത്ഥന നടത്തി. ഒരു ചോളം നട്ട കണ്ടം മുഴുവൻ ചോളം അവർ പറിച്ചു കളഞ്ഞു. കിളുത്തു വന്ന ചോളം മുഴുവൻ പറിച്ചു കളഞ്ഞ് അവരവിടെ പന്തലിട്ട് ഭയങ്കര യോഗം 3 ദിവസത്തെ. നമുക്ക് ഈ നാട്ടിലെ ഒരു കൺവെൻഷൻ വെക്കുന്നതിൻ്റെ 100-1 മതി അവിടെ ഒരു കൺവെൻഷൻ വെക്കാൻ. സ്തോത്രം. അവിടെ തന്നെ വലിയ ഉരുളിയൊക്കെ കൊണ്ടുവന്ന് പൂരിയൊക്കെ ചുട്ട് ഡാലിൻ്റെ കറിയൊക്കെ വെച്ച് അവിടെ തന്നെ കഴിച്ച് അവിടെ തന്നെ ഞങ്ങൾ താമസിച്ചിരിക്കാം 3 ദിവസം. സ്തോത്രം. അപ്പം ഈ യോഗത്തിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചവരെല്ലാം ഓരോ കുപ്പി എണ്ണയും കൊണ്ടാവും. അടുത്ത ആളുടെ ഓരോ കുപ്പി വെള്ളവും. ഈ എണ്ണയും വെള്ളവും നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? അവരുടെ ഗ്രാമത്തിലുള്ളവരുടെ തലയിൽ പുരട്ടി പ്രാർത്ഥിക്കാനാണ്. ഇവർക്ക് ശുശ്രൂഷയൊന്നുമില്ല. പക്ഷെ അവരുടെ വിശ്വാസം, വന്നേക്കുന്ന ദൈവദാസൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന എണ്ണയ്ക്കകത്ത്, പ്രാർത്ഥിച്ചു കൊടുക്കുന്ന വെള്ളത്തിനകത്തൊരു ശക്തിയുണ്ട്. അത് അവർ കൊണ്ടുപോയി രോഗികൾക്ക് കുടിക്കാൻ കൊടുത്ത് തലയെ പുരട്ടാൻ കൊടുക്കുമ്പോൾ അസുഖം മാറും. അവരുടെ വിശ്വാസമാണ്. അവരവിടെ ചെന്ന് അന്യഭാഷയൊന്നും പറയുന്നില്ല. പക്ഷെ രോഗി സൗഖ്യമാകുക, പാപി രക്ഷിക്കപ്പെടുക. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? അവരാ ഭയങ്കര തിയോളജി ഒന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ അവരാ വിശ്വസിക്കുകയാണ് ഈ അഭിഷക്തന്റെ കൈകൊണ്ട് പ്രാർത്ഥിച്ച എണ്ണയുടെ മേൽ ഒരു ദൈവശക്തി ഉണ്ടെന്ന് ആഗ്രഹിച്ച് അവരെ കൊടുക്കുക. അവരുടെ പരമാർത്ഥ ഹൃദയം കണ്ട ദൈവം അവര് കൈവെക്കുന്നവരെ എല്ലാം അങ്ങ് സൗഖ്യമാക്കുക. ഇന്ന് രാത്രി നിന്റെ വിദ്യാഭ്യാസമൊന്നും വേണ്ടെന്ന് നീ ഒന്ന് വിശ്വസിച്ചേ. നിന്നെ ഉപയോഗിക്കാൻ എന്റെ യേശു മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. അതിനും ബീഹാറി ഒന്നും പഠിക്കണ്ട, അന്യഭാഷ പഠിച്ചാൽ മതി. ഒന്നാമത്തെ പണിയെ പൊളിച്ചത് ഭാഷ കലക്കിയ, ഒടുക്കത്തെ പണി ആരംഭിച്ചത് ഭാഷ കൊടുത്ത. ഹലോ,
ലോകത്തിലെ ഒന്നാമത്തെ പണി പൊളിച്ചത് പാഷ കലക്കിയ. പ്രൈസ് ദി ലോർഡ്. പാഷ കലങ്ങി പണി പൊളിഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പണിയും. പാതാള ഗോപുരം ജയിക്കത്തില്ല. പണി തുടങ്ങിയത് പാഷ നൽകിയാണെങ്കിൽ ഈ 10ാമത്തെ രാത്രി ധൈര്യത്തോടെ ഭാഷ പറ. നിനക്ക് തന്നെ അഭിഷേകം ജ്വലിപ്പിക്ക്, ആത്മാവി നിറയെ, അന്യഭാഷയിൽ ആരാധിക്ക്. നീ പറയുന്നിടത്തെ കുടുംബങ്ങളുടെ കെട്ടഴിയും. ഓ, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. വീട് നിറയ്ക്കുക, വീട് നിറയ്ക്കുക, വീട് നിറയ്ക്കുക. നിനക്കൊരു ദൗത്യമുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ അടുക്കാൻ കഴിയാതെ വണ്ണം വലിയ ഒരു പിളർപ്പുണ്ട്. ഇവിടുന്ന് ഒരാൾക്കിനി അങ്ങോട്ട് വരാനോ അവിടുന്ന് ഒരാൾക്കിനി ഇങ്ങോട്ട് വരാനോ കഴിയാത്ത പിളർപ്പ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സാഹചര്യം വരുന്നതിന് മുമ്പേ വീട് നിറച്ചോണം. ഈ പെട്ടകത്തിന്റെ വാതിൽ അടയാൻ പോകുകയാണ്. നോഗയുടെ പെട്ടകത്തിന്റെ വാതിൽ അടഞ്ഞെന്നുള്ളത് ശരിയാണോ? ശരിയാണോ? അങ്ങനെ സംഭവിച്ചതാണോ? ആണെങ്കിൽ ഈ വാതിലും അടയും. അടയും. അടയുന്നതിന് മുമ്പേ ഈ യെരിഹോവിൽ പാർത്ത വേശ്യയായ സ്ത്രീയോട് ഒറ്റുനോക്കുകാരൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഇത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തരും. നിനക്കുള്ളവരെ വിളിച്ച് വേണേ അകത്ത് കയറ്റിക്കോണം. അകത്ത് കയറ്റിയാൽ ന്യായവിധിയുടെ വാള് വീഴത്തില്ല. അകത്ത് കയറ്റുന്ന പണി നിന്റെയാ. ഹലോ, പ്രൈസ് ദി ലോർഡ്. വെളിയിൽ നിന്നിട്ട് വാളുകൊണ്ട് ഛേദിക്കപ്പെട്ട ഞങ്ങൾ അതിന് ഉത്തരവാദിയൊന്നുമല്ല. ഞങ്ങൾ വരുന്നതിന് മുമ്പേ അകത്തെന്ത് ചെയ്തോണം? കയറ്റിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സമയമാണ്. ഇത് സഭയുടെ സമയമാണ്. ഹല്ലേലൂയ. ഇതെന്റെ ഡ്യൂട്ടിയാന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ആത്മാക്കളെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നത് എന്റെ ഡ്യൂട്ടിയാന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇപ്പൊ തന്നെ ആവശ്യത്തിനുണ്ട് പാസ്റ്റർ, ഇനിയും വേണ്ടെന്ന് ഉള്ളവരാരിലും ഉണ്ടോ? ഇല്ലല്ലോ. സഭ നിറയണം. ഇത് നിറഞ്ഞാൽ അടുത്ത സ്ഥലം ദൈവദാസം മേടിച്ച് അത് വലുതായിക്കോളും. നിങ്ങളതിനെ കുറിച്ച് ഭാരപ്പെടുന്നു. സ്തോത്രം. വിളിച്ചു കയറ്റുന്ന ഒരു ദൗത്യം ഈ 10ാമത്തെ രാത്രി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എത്ര പേർ തയ്യാറുണ്ട്? അപ്പൊ തന്നെ നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാരെഴുന്നേക്കണം. നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാരെഴുന്നേക്കണം. നിങ്ങൾ നാളെ ഇവിടെ ഓർഡിനേഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ തലമേൽ ഒരു ദൂതിന്റെ ശക്തി വ്യാപരിക്കണം. ഒരു വെളിപ്പാടിന്റെ ശക്തി വ്യാപരിക്കണം. ഇവിടെ അഭിഷേകത്തിന്റെ ഒരു പകർച്ച നടക്കണം. ഓ ഹല്ലേലൂയ. നിറഞ്ഞ പാത്രത്തിൽ നിന്ന് എണ്ണ പകർന്നതുപോലെ ഒരു പകർച്ച ഈ ദിവസങ്ങളിൽ നടക്കണം. അത് ഇന്ന് രാത്രി തുടങ്ങാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കണം. ഒരു നിറവിന്റെ പകർച്ച, പകർന്നവരിൽ നിന്ന് പകരുന്ന ഒരു പകർച്ച ഈ രാത്രി വെളിപ്പെടുമെന്ന് ഉറപ്പുള്ളവര് ആ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവാം. പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്ന് പറഞ്ഞു, നിന്റെ ദാസൻ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, പക്ഷേ കടമാക്കിയിട്ടാ പോയത്. സ്തോത്രം. ഒരു ചിന്തകൻ പറഞ്ഞത് ഉപത്യാവാണെന്നാണ് പറയുന്നത്. ഈ വലിയ ഞെരുക്കം വന്നപ്പോൾ 100 ഉപദേശിമാരെ വീട്ടിൽ താമസിപ്പിച്ച് ഇറച്ചിയും മീനും ഒക്കെ കൊടുത്ത് അവരെ പോറ്റൊരു പാസ്റ്റുണ്ട്. പുള്ളിയുടെ സാലറി കൊണ്ട് അത് നടക്കത്തില്ല. അപ്പം സാലറി കഴിഞ്ഞുള്ള പൈസയ്ക്ക് പുള്ളി കടമൊക്കെ മേടിച്ചിറക്കി 100 പേരെ എന്ത് ചെയ്തേ? പോറ്റി. അപ്പോൾ അവർക്കെല്ലാം കൂടെ വെച്ചും വിളമ്പിയും കൊടുത്ത് പുള്ളി കടക്കാരനായി ആൾ മരിക്കുകയും ചെയ്തു. കഴിച്ച ഉപദേശിമാർ 100 പേരും അവരുടെ വേലയ്ക്ക് പോയി. പക്ഷേ ഈ പുള്ളിയും പിള്ളേരും കടക്കാരായി. സ്തോത്രം. കടക്കാരെ പിടിക്കൊണ്ട് പോകാൻ തുടങ്ങിയോണ്ട് അവരൊന്ന് പറഞ്ഞു, നിന്റെ ദാസൻ എൻ്റെ ഭർത്താവ്
യഹോവയുടെ ഭക്തനായിരുന്നു. സ്തോത്രം. ഭക്തി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് ആർക്കറിയാം? അവക്കറിയാം. പക്ഷെ ഇപ്പം നേണ്ട കടക്കാരൻ്റെ പിള്ളേരെ അടിമകളായി. അപ്പോൾ നിൻ്റെ വീട്ടിൽ ഇനി എന്തോ ഉണ്ട് അന്നേരം പറഞ്ഞ് അദ്ദേഹം കടവൊക്കെ വരുത്തിയെങ്കിലും എണ്ണ വിൽക്കാതെ പോയേക്കുന്നത്. ഹലോ, സാമ്പത്തിക കടം വന്നപ്പോൾ കൃപ വിറ്റും വെച്ച് ബോണ്ട മേടിച്ചൊന്നുമില്ല. സ്തോത്രം. ബാക്കിയെല്ലാം പുള്ളി വിറ്റു കടവാക്കിയെങ്കിലും എണ്ണ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. സ്തോത്രം. അത് ആ ഒരു ഭരണം നിറഞ്ഞിരിക്കുക, തുളുമ്പി നിൽക്കുക. പ്രവാചകൻ പറഞ്ഞു അത് മതിയല്ലോ, അത് മതിയല്ലോ. ബാക്കിയെല്ലാം കടം വന്നാലും എണ്ണ കളഞ്ഞില്ലല്ലോ, അതങ്ങോട്ട് പകരാൻ പറഞ്ഞു. അതങ്ങോട്ട് പകർന്നു. കാലിപ്പാത്രമെല്ലാം നിറഞ്ഞു. കടവും വീടി ഉപജീവനവും കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഒരു പകർച്ച ദൈവം പകരാൻ പോകുകയാ. നിറവിൽ നിന്ന് നിറവിലേക്ക് എന്നെ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു പകർച്ച ഇന്ന് പകൽ ദൈവം പകരുകയാ. അത് എന്നിൽ നിന്ന് പകരാൻ കൊതിക്കുന്നവരൊക്കെ ജീസസ്, ജീസസ്, ജീസസ്. നിയന്ത്രിക്കാൻ കഴിയാത്തൊരു പകർച്ച, തടയാൻ കഴിയാത്തൊരു പകർച്ച, പാത്രം തീരുവോളം പകരുന്ന പകർച്ച, പാത്രങ്ങൾ തീരുവോളം പകരുന്ന പകർച്ച ഇന്ന് രാത്രി ദൈവം പകരട്ടെ.